അബു മഹ്ദി, ഖാദർ, നൂർ, നാസർ, ഖലീജ് ഫാസ്, ഹോർമോസ് 1, ഹോർമോസ് 2, സുൽഫിക്കർ ബാസിർ. ഇന്ന് പേർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പോലും ജാഗ്രതയോടെ സഞ്ചരിക്കാൻ കാരണമാകുന്ന പേരുകളാണിവ. ചിലത് സമുദ്രനിരപ്പിനോട് ചേർന്ന് റഡാറുകളെ വെട്ടിച്ചു പറക്കും, ചിലത് ഹൈപ്പർസോണിക് വേഗത്തിൽ ആകാശത്ത് നിന്ന് പതിക്കും, മറ്റു ചിലതാകട്ടെ ശത്രുക്കപ്പലുകളുടെ റഡാർ സിഗ്നലുകൾ പിന്തുടർന്ന് നേരെ മരണമായെത്തും. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈൽ ശൃംഖലയിലൂടെ ഇറാൻ ഇന്ന് വെറും ഒരു പ്രാദേശിക ശക്തിയല്ല, ആഗോള നാവിക ആധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ശക്തിയായി മാറുകയാണ്. ലോകത്തിന്റെ എണ്ണ സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിലൂടെ തന്നെയാണ് ആഗോള ക്രൂഡ് ഓയിൽ ഗതാഗതത്തിന്റെ ഏകദേശം 1/5 ദിവസേന കടന്നുപോകുന്നത്. ചിലയിടങ്ങളിൽ വെറും 40 കിലോമീറ്റർ മാത്രം വീതിയിലുള്ള ഈ ഇടുങ്ങിയ സമുദ്രപാത ഇന്നൊരു തീക്കുഴൽ പോലെ മാറിക്കഴിഞ്ഞു. കാരണം ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഇറാൻ ലോകത്തെ ഏറ്റവും അപകടകരമായ നാവിക മിസൈൽ വേട്ടവല പണിതിരിക്കുന്നത്. 1000 കിലോമീറ്ററിലേറെ ദൂരത്ത് നിന്ന് വേട്ടയാടുന്ന അബു മഹ്ദി മിസൈലുകൾ, സമുദ്രനിരപ്പിനോട് ചേർന്ന് റഡാറുകളെ വെട്ടിച്ചു നീങ്ങുന്ന ഖാദർ, നൂർ ക്രൂയിസ് മിസൈലുകൾ, ആകാശത്തിന്റെ ഉയരങ്ങളിൽ നിന്ന് ഹൈപ്പർസോണിക് വേഗത്തിൽ പതിക്കുന്ന ഖലീജ് ഫാർ, ഹോർമൂസ് സീരീസ് ബാലിസ്റ്റിക് മിസൈലുകൾ, ഇതെല്ലാം ഒരേ സമയം ആക്രമണത്തിന് ഇറങ്ങുമ്പോൾ ഹോർമൂസ് കടലിടുക്ക് ഒരു സമുദ്ര മാർഗമല്ല, ലോകശക്തികൾക്കുള്ള മരണവലയായി മാറുകയാണ്. ഇറാന്റെ കപ്പൽവേദ ക്രൂയിസ് മിസൈൽ ശൃംഖല വിവിധ പാളികളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നാസർ, സഫർ പോലുള്ള ഹ്രസ്വദൂര മിസൈലുകൾ ചെറിയ അതിവേഗ ആക്രമണ ബോട്ടുകളിലും ഹെലികോപ്റ്ററുകളിലും വരെ ഘടിപ്പിക്കാനാകും. സ്വാം ടാറ്റിക്സ് എന്നറിയപ്പെടുന്ന കൂട്ടാക്രമണ രീതിക്കായിട്ടാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിരവധി ചെറു ബോട്ടുകൾ വിവിധ ദിശകളിൽ നിന്ന് ഒരേ സമയം ആക്രമണം നടത്തുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധക്കപ്പലുകളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും വലിയ സമ്മർദ്ദം നേരിടേണ്ടി വരും. ഇടത്തരം ദൂരപരിധിയുള്ള നൂർ, ഖാദർ മിസൈലുകളാണ് ഇറാന്റെ തീരദേശ പ്രതിരോധത്തിന്റെ നട്ടെല്ല്. റഡാറുകൾക്ക് കണ്ടെത്താൻ പ്രയാസമുള്ള വിധത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ താഴ്ന്ന ഉയരത്തിലാണ് ഇവ സഞ്ചരിക്കുന്നത്. അവസാന നിമിഷം വരെ ശത്രുക്കപ്പലുകൾക്ക് ഭീഷണി മനസ്സിലാകാത്ത വിധത്തിലാണ് ഈ മിസൈലുകളുടെ സഞ്ചാര രീതി. പ്രത്യേകിച്ച് 300 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഖാദർ മിസൈലുകൾ ഹോർമൂസ് കടലിടുക്കിൽ പ്രവേശിക്കുന്ന യുദ്ധക്കപ്പലുകൾക്ക് സ്ഥിരമായ ഭീഷണി തന്നെയാണ്. ഇറാന്റെ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നത് അബു മഹ്ദി മിസൈലാണ്. 1000 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഈ ദീർഘദൂര ക്രൂയിസ് മിസൈൽ അറേബ്യൻ കടലിലെയും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെയും കപ്പലുകളെ വരെ ലക്ഷ്യമിടാൻ കഴിവുള്ളവയാണ്. കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ പറക്കൽ പാത മാറ്റാനും റഡാർ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയുന്ന അബു മഹ്ദി സാച്ചുറേഷൻ സ്ട്രൈക്ക് രീതിയിൽ ഒരേ സമയം നിരവധി മിസൈലുകൾ ഏകോപിപ്പിച്ച് ആക്രമിക്കാൻ ശേഷിയുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ലോക സൈനിക ശക്തികളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇറാന്റെ കപ്പൽവേദ ബാലിസ്റ്റിക് മിസൈലുകളാണ്. ഖലീജ് ഫാസ്, ഹോർമൂസ് 1, ഹോർമൂസ് 2, സുൽഫിക്കർ ബാസിർ തുടങ്ങിയ മിസൈലുകൾ നാവിക യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറ്റിമറിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷത്തിന്റെ മുകൾ ഭാഗത്തേക്ക് ഉയർന്ന് പിന്നീട് ഹൈപ്പർസോണിക് വേഗത്തിൽ താഴേക്ക് പതിക്കുന്ന ഇത്തരം മിസൈലുകൾക്കെതിരെ പ്രതികരിക്കാൻ യുദ്ധക്കപ്പലുകൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കൂ. ഖലീജ് ഫാർ മിസൈൽ മാക് 3 മുതൽ മാക് 4 വരെ വേഗതയിൽ സഞ്ചരിച്ച് ചലിക്കുന്ന കപ്പലുകളെ കൃത്യമായി തകർക്കാൻ കഴിവുള്ളതാണ്. പിന്നീട് വികസിപ്പിച്ച ഹോർമൂസ് സീരീസ് മിസൈലുകൾ ആന്റി റേഡിയേഷൻ ബാലിസ്റ്റിക് മിസൈലുകളാണ്. ശത്രു കപ്പലുകളുടെ റഡാർ വികിരണം പിന്തുടർന്ന് ലക്ഷ്യം കണ്ടെത്തുന്ന ഈ സംവിധാനങ്ങൾ യുദ്ധക്കപ്പലുകളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. റഡാർ ഓണാക്കിയാൽ കപ്പൽ നേരിട്ട് ലക്ഷ്യമാകുന്നു, ഓഫ് ചെയ്താൽ സാഹചര്യബോധം നഷ്ടമാകുന്നു. 700 കിലോമീറ്ററിലേറെ ദൂരപരിധിയുള്ള സുൽഫിക്കർ ബാസിർ മിസൈൽ ഇറാന്റെ മറ്റൊരു നിർണായക ആയുധമാണ്. ഒമാൻ കടലിലും ചെങ്കടലിലും വരെ പ്രവർത്തിക്കുന്ന വിദേശ നാവിക സേനകളെ ലക്ഷ്യമിടാൻ ഈ മിസൈലിന് കഴിവുണ്ട് എന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ വരെ ഈ പരിധിക്കുള്ളിൽ വരുമെന്നതാണ് പാശ്ചാത്യ പ്രതിരോധ വിദഗ്ധരെ ആശങ്കപ്പെടുത്തുന്നത്. ഇറാന്റെ നാവിക പ്രതിരോധത്തിന്റെ മറ്റൊരു നിർണായക ഘടകമാണ് ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ. തെക്കൻ തീരമേഖലയിലെ മലനിരകളുടെ അടിയിൽ 100 കണക്കിന് മീറ്റർ ആഴത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ താവളങ്ങൾ വെറും സംഭരണ കേന്ദ്രങ്ങളല്ല, പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഭൂഗർഭ യുദ്ധമേഖലകളാണ്. ഖാദർ, അബു മഹ്ദി, നാസർ, സഫർ തുടങ്ങിയ വിവിധ മിസൈലുകൾക്കായുള്ള മൊബൈൽ ലോഞ്ചറുകൾ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. ശത്രുവിന്റെ വ്യോമാക്രമണങ്ങൾക്കിടയിലും മിനിറ്റുകൾക്കുള്ളിൽ മിസൈൽ ലോഞ്ചറുകൾ പുറത്തേക്ക് എത്തിച്ച് ആക്രമണം നടത്താനാകുന്ന രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇറാന്റെ യഥാർത്ഥ ശക്തി ഈ എല്ലാ സംവിധാനങ്ങളെയും ഒരേ സമയം ഏകോപിപ്പിച്ച് ഉപയോഗിക്കാനാകും എന്നതിലാണ്. മുകളിൽ നിന്ന് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കുമ്പോൾ താഴെ സമുദ്രനിരപ്പിനോട് ചേർന്ന് ക്രൂയിസ് മിസൈലുകൾ നീങ്ങുന്നു. അതേസമയം അതിവേഗ ആക്രമണ ബോട്ടുകൾ കൂട്ടമായി മുന്നേറുകയും സബ്മറൈനുകൾ വെള്ളത്തിനടിയിൽ നിന്ന് ടോർപിഡോകൾ പ്രയോഗിക്കുകയും ചെയ്യും. ഒരു യുദ്ധക്കപ്പലിനും സുരക്ഷിതമായ ദിശ അവശേഷിക്കാത്ത രീതിയിലാണ് ഈ മൾട്ടി ലെയർഡ് അറ്റാക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വെറും സൈനിക ശക്തി പ്രകടനം മാത്രമല്ല, സാമ്പത്തിക യുദ്ധത്തിന്റെ ഭാഗവുമാണ്.
ഒരു ഇറാനിയൻ മിസൈലിന്റെ നിർമ്മാണ ചെലവ് അതിനെ തടയാൻ ഉപയോഗിച്ചിരിക്കുന്ന അമേരിക്കൻ ഇന്റർസെപ്റ്റർ മിസൈലുകളേക്കാൾ വളരെ കുറവാണ്. അതിനാൽ ദീർഘകാല സംഘർഷങ്ങളിൽ ചെലവ് വിനിമയ അനുപാതം ഇറാനെ അനുകൂലിക്കാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഒരു വലിയ സൈനിക ഏറ്റുമുട്ടൽ ആഗോള എണ്ണവിലകളെ കുത്തനെ ഉയർത്തുകയും ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഇന്ന് പേർഷ്യൻ ഗൾഫിൽ സഞ്ചരിക്കുന്ന ഓരോ യുദ്ധക്കപ്പലിനും മുകളിൽ ആകാശത്തു നിന്നും തീരപ്രദേശങ്ങളിൽ നിന്നുമുള്ളതും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്നുമുള്ളതുമായ ഭീഷണികളെ ഒരേ സമയം കണക്കാക്കേണ്ട സാഹചര്യമാണുള്ളത്. അമേരിക്കൻ നാവിക ആധിപത്യത്തെ നേരിട്ട് വെല്ലുവിളിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ലോകത്ത് വളരെ കുറവാണ് എങ്കിലും ഇറാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന സന്ദേശമാണ് ഈ മിസൈൽ സാമ്രാജ്യം നൽകുന്നത്. ഇറാന്റെ ഈ മിസൈൽ ശക്തിയുടെ അടിത്തറ പാകപ്പെട്ടത് 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ്. അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയോടെ സദ്ദാം ഹുസൈൻ ഭരണകൂടം യുദ്ധം നയിക്കുമ്പോൾ കടുത്ത ആയുധ ഉപരോധങ്ങൾക്കിടയിൽ പരിമിതമായ കപ്പൽവേധ മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചിരുന്നത്. എന്നിരുന്നാലും പേർഷ്യൻ ഗൾഫിൽ ശത്രു കപ്പലുകൾക്ക് വലിയ നാശനഷ്ടം വരുത്താൻ ഇറാനിയൻ സൈന്യത്തിന് സാധിച്ചു. USS സാമുവൽ ബി റോബോട്ട് പോലുള്ള അമേരിക്കൻ കപ്പലുകളെ ബാധിച്ച സംഭവങ്ങൾ ഇറാനെ ഒരു നിർണായക പാഠം പഠിപ്പിച്ചു. വിദേശ ആയുധങ്ങളെ ആശ്രയിച്ച് സുരക്ഷ ഉറപ്പാക്കാനാവില്ല എന്നത്. അതിനുശേഷമാണ് റിവേഴ്സ് എഞ്ചിനീയറിംഗും തദ്ദേശീയ ഗവേഷണവും അടിസ്ഥാനമാക്കി ഇറാൻ സ്വന്തം മിസൈൽ വ്യവസായം വളർത്തി തുടങ്ങിയത്. പാശ്ചാത്യ ഉപരോധങ്ങൾ ശക്തമായതോടെ മിസൈൽ സാങ്കേതിക വിദ്യ ദേശീയ അഭിമാനത്തിന്റെ ഭാഗമായി മാറി. ഒരു കാലത്ത് വിദേശ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ കപ്പൽവേധ മിസൈൽ ശൃംഖലകളിലൊന്ന് വികസിപ്പിച്ച രാജ്യമായി മാറിയിരിക്കുകയാണ്.